ഞങ്ങള് വിജയനെ കണ്ടോ, കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാലുള്ളൊരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കൊഞ്ചോ കേരളത്തിൽ നിന്നും ചെന്നൈ വരെ 650 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത ദമ്പതികളാണ് ഞങ്ങൾ. എന്റെ പേര് റാഫി. എന്റെ പേര് ഷഹന. ഈ യാത്രയിൽ കൂടുതലും സങ്കടങ്ങളായ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 40 ദിവസം നീണ്ടു നിന്ന കാൽനട യാത്രയായിരുന്നു ഞങ്ങളുടേത്. മലപ്പുറം ജില്ലയിൽ നിന്നും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ യാത്രയുടെ എന്തെന്ന് വെച്ചാൽ ചെന്നൈയിലെ സെക്രട്ടേറിയറ്റിലായിരുന്നു. അവിടെ പോയി നമ്മൾ അവിടുത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെയൊക്കെ നേരിൽ കണ്ടു, സംസാരിച്ചു, ആദരവും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങി. എന്നാലും അവിടുന്ന് എനിക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദളപതി വിജയ് സാറിനെ കാണുവാൻ അല്ലെങ്കിൽ അണ്ണന്റെ അടുത്തേക്ക് പോകാൻ ഒരു അവസരം. ആ ഒരു അവസരം എനിക്ക് സത്യം പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത്. 5 ദിവസം ഞങ്ങൾ ചെന്നൈയിലുണ്ടായിരുന്നു. അതിൽ 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ നമ്മുടെ അണ്ണനെ കാണുകയുണ്ടായത്. ബാക്കി അതിന് മുമ്പത്തുള്ള 3 ദിവസം ഉണ്ടല്ലോ, ആ 3 ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതവസ്ഥയിലാണ്, ഞങ്ങൾ ഇനി ആരുടെ മുമ്പിൽ പോകണം, ആര് നമ്മളെ അണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഇവിടുന്ന് ആര് തരും. അതായത് TVKയുടെ മെയിനായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ സെക്രട്ടേറിയറ്റ്, അതിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവനും DMKയുടെ ആൾക്കാർ. ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അത്രത്തോളം റിസ്ക് എടുത്ത് നമ്മൾ ആ ഒരു 3 ദിവസം കഴിച്ചു കൂട്ടിയ പാടി ഞങ്ങൾക്ക് ഇന്നും സ്വപ്നം മാത്രമേ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റാത്തതും അത്രയേറെ സങ്കടമുള്ളതും ആയിട്ടുള്ള കുറേയധികം കാഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാഴ്ചകളൊക്കെ റെക്കോർഡ് ചെയ്യണം എന്ന് ഉണ്ട്. പക്ഷെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥ അതുപോലെ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഞാൻ ഡൗൺ ആയിരുന്നു. കാരണം 40 ദിവസം നടന്നു വന്നു, ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു. നിങ്ങൾ പോലും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അധികമായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഞങ്ങളുടെ ചിരിയും കളിയും മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ പിന്നാമ്പുറം നിങ്ങൾ ആരും കാണിച്ചിട്ടില്ല. കാരണം അത് കാണാൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആദ്യത്തെ ദിവസം നമ്മളെ അണ്ണനെ കാണാൻ വേണ്ടി അണ്ണൻ വരുന്നൊരു ഭാഗത്ത് പോയി നിന്നു. അണ്ണൻ്റെ വണ്ടി പോകുന്ന ഞങ്ങൾ കണ്ടു. പോലീസുകാർ അവിടെ നമ്മൾ നിർത്തി തന്നു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അണ്ണൻ്റെ ഓഫീസുണ്ട്. ഓഫീസിൻ്റെ അവിടെ വൈകിട്ട് ഒരു 6 മണി 5:45 6 മണി ടൈമിൽ നമ്മുടെ വിജയ അണ്ണൻ അവിടെ വരും. അതിനുശേഷം ഒരു 7:30 8:30 വരെ അണ്ണൻ അവിടെ കാണും. അത് അണ്ണൻ്റെ ഓഫീസും ഒരു വീടും കൂടെയാണ്. അവിടെ പോയി നമ്മൾ വെയിറ്റ് ചെയ്തു. അവിടുന്ന് നമുക്ക് അണ്ണനെ കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും പോലീസുകാർ ഉണ്ടാക്കി തന്നു. എന്നിട്ട് അണ്ണൻ വരുന്ന കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അത്രത്തോളം എനിക്ക് സങ്കടം വന്നൊരു ദിവസം. അതായത് നമ്മളെ ചേർത്ത് പിടിച്ച പോലീസ് അവസാനം നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് ആലോചിച്ചേക്ക്. ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അത്രത്തോളം സങ്കടം വന്നു. 6 മണിക്ക് ഞാൻ അവിടെ എത്തിയ 6 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങൾ തിരിക്കുന്നത് രാത്രി 9:30 ആകുമ്പോഴാണ്. അവിടെ നമുക്ക് ഉള്ളിലിരിക്കുന്ന പോലീസുകാർ ഭക്ഷണം വരെ നമുക്ക് തരികയുണ്ടായി. വെള്ളമില്ല, അതും അവരാണ് നമുക്ക് തന്നത്. അങ്ങനെ ആ ഒരു 2-ാമത്തെ ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ അണ്ണൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ അണ്ണൻ രാവിലെ ഇറങ്ങുമ്പോൾ കൈ കാണിക്കാനും അണ്ണൻ വിശേഷം ചോദിക്കാനൊക്കെ വരും എന്നുള്ളൊരു ഇൻഫർമേഷൻ, ഒരു കാര്യം നമ്മൾ അറിയുകയുണ്ടായി. ആ ഒരു കാര്യം ശരിയാണോ ഇല്ലയെന്ന് എത്രത്തോളം അത് 100% സത്യമാണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഞങ്ങൾ 3-ാമത്തെ ദിവസം അവിടെ ചെന്നു. വിജയ് സാറിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമുക്കൊരു ഗേറ്റ് കിടക്കണം. ആ ഗേറ്റും തൊട്ട് അണ്ണൻ്റെ വീട് വരെ പോലീസാണ്. ഒന്ന് ആലോചിച്ചേക്ക്. വീട് തൊട്ട് റോഡിൽ ഇറങ്ങുന്ന ഭാഗം വരെ പോലീസ്, ഹയർ ആയിട്ടുള്ള ഓഫീസർ. നമ്മളവിടെ ചെന്നു. നമ്മളെ പഴയ പോലെ തന്നെ കയറ്റി വിട്ടില്ല, ഒരിടത്ത് നിർത്തി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി, വിജയ് സാർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പിറ്റേ ദിവസം രാത്രി നമുക്കുണ്ടായ ഇൻസിഡൻ്റ് ഉണ്ട്. നമ്മളെ സമയം വരെ ഇവരും ചേർത്ത് പിടിക്കും. അണ്ണൻ വരുന്ന കറക്റ്റ് ടൈമിൽ ബ്ലോക്ക് ചെയ്യും. ആ ഒരു ഇതെൻ്റെ ഉള്ളിൽ ഒത്തിരി, അതായത് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ബാഗ്, കൊട, ഞങ്ങളുടെ ബോർഡ് എല്ലാം നമ്മളിത് വാങ്ങിച്ചു വെച്ചു. അത് എല്ലാം നിങ്ങൾ എടുത്തു. പക്ഷെ എനിക്ക് ആ ബോർഡ് മാത്രം ഒന്ന് തരണം എന്ന് ഞാൻ പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്തു. ഒരു വട്ടമല്ല 10 വട്ടം ഞാൻ ചോദിച്ചു. അത് കരയാറായ സിറ്റുവേഷനിലാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു, നമുക്കറിയാം. ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നിന്റെ കയ്യിൽ വെച്ച് ഞാൻ നിന്നെ നേരെ, അതായത് എന്നെ മാത്രമല്ല വൈഫിനെ ചേർത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇത് ഇവിടെ വെക്കണം.
അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അവിടെ വെച്ചു. എൻ്റെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടു. പോലീസുകാർ ഞാൻ ഉദ്ദേശിച്ച പോലെ എന്നെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, നമ്മളെ കുറേ ആൾക്കാർ നിൽക്കുന്ന ക്രൗഡിൻ്റെ ഇടയിലോട്ട് നമ്മളെ കൊണ്ട് നിർത്തി. അതായത് ജസ്റ്റ് എണ്ണം കണ്ടിങ്ങനെ പോകത്തേ ഉള്ളൂ. ചില്ല് തുറക്കോ ഇല്ലെന്ന് പോലും നമുക്ക് ഉറപ്പില്ല, അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം സങ്കടമുണ്ട്, അത്രത്തോളം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു ലെവലിലോട്ട് വരെ അന്നത്തെ ആ ഒരു മൂമെന്റ് എന്നെ കൊണ്ട് എത്തിച്ചായിരുന്നു. എൻ്റെ തൊട്ട് മുമ്പിൽ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല, എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് പോലീസാണ്. അതും ഒരു കോൺസ്റ്റബിളിന്റെ അടുത്ത മുമ്പിലായിട്ട് നിൽക്കുന്നത് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹയർ ആയിട്ടുള്ള ഓഫീസർ. ഇതിനൊക്കെ തൊട്ട് മുൻപായിട്ട് 2-3 പേര് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവർ പോയി. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ നോട്ടപ്പുള്ളിയാണ്. കാരണം നമ്മൾ അത്രയും ഉയർന്ന ഒരു ആളെയാണ് കാണാൻ പോകുന്നത്. ഒരു നാടിനെ മുഴുവൻ രാജാവിനെ, ഒരു CM-നെ, ഒരു ചീഫ് മിനിസ്റ്ററെയാണ് ഞങ്ങൾ ശരിക്കും കാണാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആഗ്രഹമാണ് അങ്ങനെ കാണാൻ സ്പെൻഡ് ചെയ്യാം. ലോകത്തിന് അങ്ങനെയല്ല. അത് നിങ്ങൾക്കറിയാം, അത്രത്തോളം വലിയൊരു ആളാണ് ആര്, നമ്മുടെ CM വിജയ് സാർ. അങ്ങനെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കാണത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ഞങ്ങൾ ബാരിക്കേഡിന്റെ ഉള്ളിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് ഞങ്ങളുടെ തല മാത്രമേ കാണുള്ളൂ. ആ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് അണ്ണൻ വരുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ പോലീസുകാർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എന്താണെന്നറിയത്തില്ല. എന്തായാലും അണ്ണൻ വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് ഇവിടെ ഇവിടെ அண்ணா கொஞ்சம் கொஞ்சம் அப்புறம் மீட் பண்றோம். കീഴെ സന്തോഷിക്കുന്നതാണോ സങ്കടം കൊണ്ടാണ് അറിയത്തില്ല. നമ്മളെ കാണാൻ വേണ്ടി അണ്ണൻ ഇറങ്ങി വന്ന് നമ്മളൊരു പോലീസ് ജീപ്പിലാണ് കേട്ടോ. നമ്മളെ സേഫായിട്ട് കൊണ്ടുപോവാണ്.
നമ്മളുള്ളത് ഇപ്പൊ പോലീസ് ജീപ്പിലാട്ടോ നമ്മളെ കയറ്റിക്കൊണ്ട് വന്നതാണ്. അണ്ണൻ വന്നിട്ട് ഞങ്ങളോട് അപ്പുറമാ മീറ്റ് പண்றേ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം ഞാൻ സന്തോഷമാട്ടോ. എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് പോയ സമയത്താണ് അണ്ണൻ എന്നെ വന്ന് തോളത്ത് തട്ടുന്നതും വൈഫിന്റെ തലയെ തൊടുന്നതും കാണാന്ന് പറയുന്നതും. ആ ഒരു മൊമെന്റ് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രത്തോളം സ്പെഷ്യൽ ആയിട്ടൊരു മൊമെന്റ് ആയിരുന്നു. ഇനി ഒരു വട്ടം കൂടെ ഞാൻ അങ്ങോട്ട് പോകും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ണനെ കാണാനും അണ്ണന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും. അപ്പൊ അതിന് എനിക്ക് അണ്ണന്റെ അടുത്ത് നിന്ന് വേണം ഒരു ഡയറക്റ്റ് കോൾ വരാൻ. പകുതി വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ദൈവം പാതി നാം പാതി. അപ്പൊ അതേ കാര്യം തന്നെ പകുതി വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി പകുതി ഉള്ളത് അണ്ണന്റെ കയ്യിലാണ്. അപ്പൊ അവിടുന്ന് ഒരു കോൾ വരുന്നിടം വരെ ഞാൻ വെയിറ്റിങ്ങിലാട്ടോ. അണ്ണനെ കാണാൻ പോകുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുക്കുകയും ചെയ്യും. നമ്മളുമായിട്ട് എന്റെ കൂടെ ഇത്രയും നാൾ നിന്ന എന്റെ സുഹൃത്തുക്കള്, എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളാണ്. എന്നെ മാത്രമല്ല എന്റെ വൈഫിനെ അത്രത്തോളം നിങ്ങൾ കണ്ട് നിങ്ങൾ ആ ഒരു ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. എന്റെ എക്സ്ട്രീം സങ്കടത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ ആ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഉറപ്പായിട്ട് ചെയ്യും. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ഞാൻ അവരുടെ ഓരോ പ്രോട്ടോകോൾ ഉണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ആ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഒരു വലിയൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എനിക്ക്. ബിഗ് പ്ലാൻ, അത് നിങ്ങളെല്ലാവരും വേണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ പ്ലാൻ മാക്സിമം എത്രയും പെട്ടെന്ന് ഞാൻ കളത്തിൽ ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും കൂടെ ഉണ്ടാവണം. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. ഒരു ഡയലോഗ് പറയും. നെഗറ്റീവ് പറയുന്നവരോ പറഞ്ഞോ? നെഗറ്റീവ് പറഞ്ഞവരോടും പോസിറ്റീവ് പറഞ്ഞവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രം.